ഡ്യൂട്ടിയിൽ ഞാൻ ഫോൺ എടുക്കാറില്ല. കാരണം ഓരോ ഫോൺ കോളുകളും ഓരോ പ്രോബ്ലംസാണ് എനിക്ക് തരിക. യുദ്ധം ചെയ്യുന്ന പട്ടാളക്കാരന് മുമ്പിലേക്ക് വീട്ടിലൊരു പ്രോബ്ലം, നാട്ടിലൊരു പ്രോബ്ലം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അതിന് സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റാത്തൊരു സാഹചര്യമായിരിക്കും. ആ യുദ്ധത്തിലായിരിക്കണം അവർ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ വീട്ടിലെ പ്രിയതമയെക്കുറിച്ചോ പ്രിയതമനെക്കുറിച്ചോ അല്ലെങ്കിൽ നാട്ടിലെ രാഷ്ട്രീയമോ ചർച്ച ചെയ്തിരിക്കേണ്ട സമയമായിരിക്കില്ല. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം 2 ദിവസം തുടർച്ചയായിട്ടുള്ള ഡ്യൂട്ടികളായിരുന്നു. നല്ല ക്ഷീണമുണ്ടായിരുന്നു. ഞാൻ ഫോൺ എടുത്തില്ല. ഇന്ന് ആ ഫോൺ കോൾ പലതും തിരിച്ചു വിളിച്ചപ്പം അത് ശക്തമായിട്ടുള്ള പ്രോബ്ലംസുകളാണ് എൻ്റെ മുമ്പിലേക്ക് തരുന്നത്. ചിലർക്ക് ഞാൻ സമയം കൊടുക്കണം, ചിലർക്ക് ഞാൻ പണം കൊടുക്കണം, ചിലർക്ക് മറ്റു പലതും കൊടുക്കണം. ഇതുപോലുള്ള പ്രോബ്ലംസ് തീർച്ചയായിട്ടും നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ലാത്ത ഒരു പ്രോബ്ലംസും നമ്മൾ സോൾവ് ചെയ്യാൻ നിൽക്കരുത്. പ്രോബ്ലംസൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ചിലർക്ക് അവരുടെ പ്രൊഡക്റ്റുകൾ പരിചയപ്പെടുത്താനാണ്. എവിടെ എനിക്ക് സമയം എന്ന് ഞാൻ ചോദിക്കുന്നു. പൂർത്തീകരിക്കപ്പെടാത്ത ടാസ്കുകൾ ഇനിയും ബാക്കിയുണ്ട്. അതിനിടയിൽ എവിടെ ഞാൻ സമയം കണ്ടെത്താൻ പ്രയാസമാണ്. ഓരോ വ്യക്തിക്കും അവനവനെന്ന പ്രൊഡക്റ്റും അവരുടേതായ പ്രൊഡക്റ്റും വിലപ്പെട്ടതായിരിക്കും. നമുക്ക് ആ പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ നമുക്കൊരു സമയമുണ്ടെങ്കിൽ ഓക്കെ, പക്ഷെ സമയമില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പ്രത്യേകിച്ച് നമുക്ക് അതുകൊണ്ട് എന്തെങ്കിലും ഗുണമില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതിൻ്റെ ആവശ്യമില്ല. നമ്മുടെ സമയം അമൂല്യമാണ്. നമുക്ക് നമ്മൾ സോൾവ് ചെയ്യേണ്ട പ്രോബ്ലങ്ങൾ സോൾവ് ചെയ്യാൻ തന്നെ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ടാവും. അതിലൂടെ സോൾവ് ചെയ്ത് പോവാം. നമുക്ക് റോളില്ലാത്തടത്ത് നമ്മൾ കയ്യേറാൻ പാടില്ല. തീർച്ചയായിട്ടും ഏതോ കുറച്ച് പ്രശ്നങ്ങൾ ജീവിതത്തിലേക്ക് വന്നു.